ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള കുറച്ച് തുണികളാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഈ തുണികൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി ഇങ്ങനെ കോണോട് കോണൊന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുക. കണ്ടത് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇത് നമുക്കപ്പോൾ മടക്ക് വരാത്ത ഭാഗത്തുള്ളത് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. കോണോട് കോണൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കി മടക്ക് വരാത്ത ഭാഗത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതുപോലെ ഈ പീസ് തുണികളെല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഈ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ചുരിദാറിൻ്റെ നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. വി നെക്കാണിത്, സ്ട്രെയിറ്റ് വി അല്ല, ചെറുതായിട്ടൊരു കർവ്ഡ് വി ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഒരു പോയിൻ്റ് നമ്മളുടെ ചുരിദാറിൻ്റെ നെക്കിൽ നിന്ന് ഒരു പോയിൻ്റ് അകത്തി വെച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ തയ്ച്ച് നമുക്ക് പകുതിക്ക് കൊണ്ടുവന്ന് നിർത്താം. കണ്ടോ, ആ കറക്റ്റ് പകുതി എത്തിയപ്പോൾ നമ്മൾ നിർത്തിയിട്ട് അടുത്തത് വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ആ മേളിലും ഒരു വി പോലത്തെ ഷേപ്പ് വന്നാണ്ടോ. അതുപോലെ നമുക്കിതെല്ലാം ഇങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തി അടുത്തത് വെച്ച് അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തയ്ച്ചെടുക്കാം. ആ വി നെക്കിൻ്റെ അടിഭാഗം വരെ കണ്ടോ, ആ വീട് ആ പോയിൻ്റ് വരെ നമ്മൾ കൊണ്ടുവന്ന് തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡും കൂടി നമുക്ക് തയ്ച്ചെടുക്കാം. നേരത്തെ ഇപ്പുറം ചെയ്തതുപോലെ തന്നെ ഒരു പോയിൻ്റ് വിട്ടിട്ടാണ് നമ്മൾ അവിടെ അടിക്കുന്നത്. അതും ഇതുപോലെ തന്നെ പകുതിക്ക് കൊണ്ടുവന്ന് നിർത്തി തയ്ച്ചെടുക്കാം. ഈ സൈഡും തയ്ച്ചു വീടെ സെൻറ്റർ പോയിൻറ്റിൽ നമുക്ക് ഒന്ന് അടിച്ച് നിർത്തി. കണ്ടോ, ഇതുപോലാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ലേസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ലേസാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ നെക്കോട് ചേർന്ന് നെക്കിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുക്കൊരു സ്റ്റോൺ ഉള്ളത് കൊണ്ടിട്ട് തന്നെ സാധാ ഫൂട്ട് പറ്റത്തില്ല. അത് കാരണം കൊണ്ട് പൈപ്പിംഗ് ഫൂട്ട് വെച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും ഈ വീട് ആ പോയിൻ്റ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്ത് അവിടെ കൊണ്ടൊന്ന് കുത്തി നിർത്തിയിട്ട് നമുക്കൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ അറ്റത്തേക്ക് നെക്കിൻ്റെ കറക്റ്റ് അറ്റത്തേക്ക് ചേർത്ത് നമുക്കിത് ഫുള്ളങ്ങ് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറം സൈഡ് കൂടി നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. ആ സെൻറ്റർ വരുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് ചരിച്ച് വെച്ച് ഇങ്ങോട്ട് അടിച്ചെടുക്കാം. ഇതുപോലെയാണ് ഈ നെക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വീട് ആ ഒരു പോയിന്റിൽ നമുക്ക് ഒരു നൂല് ടസൽ പോലെ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് ഈ നൂല് ഇങ്ങനെ ഊർത്തിയെടുക്കുകയാണ്. എന്നിട്ടിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി മതി. അത് കാരണം പകുതി കൊണ്ട് വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് ചീപ്പി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് നിവർന്ന് കിട്ടും. ഇനി ഇത് അറ്റം കെട്ടി വേണമെങ്കിൽ നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരല്പം താഴേക്ക് ഇറക്കി നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഊർന്നു പോരും. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് ഈ ഒരു ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ബട്ടൺ ഇങ്ങനെ നമുക്ക് സൂചി നൂലും കൊണ്ട് തന്നെ തുന്നി കൊടുക്കാം. നന്നായിട്ടൊന്ന് അതവിടെ തുന്നി ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ത്രെഡ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിച്ച് വീഴാത്ത ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഊർന്നു പോകും. പിന്നെ ഇതിലുള്ള കെട്ടൊക്കെ മാറി നല്ല ഭംഗിയായി വൃത്തിക്കിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ വരുന്ന അടിയിൽ വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണിപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്